ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. എങ്ങോട്ടാണെന്നല്ലേ? വടക്കേനാഥ ക്ഷേത്രത്തിലെ ഈ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന അമ്പലത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. 3 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഇതാ രാവിലെയൊക്കെ ആയി വരുന്ന ഒരു സമയമാവുന്നേ ഉള്ളൂ. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതെൻ്റെ അനിയൻ ധ്യാനാണ്, ഇതെൻ്റെ അനിയത്തി ശിവാനിയാണ്. പിന്നെ സൈഡിലിരിക്കുന്നത് എൻ്റെ വല്യമ്മയാണ് കേട്ടോ. വല്യമ്മയുടെ തൊഴിലുറപ്പിലുള്ള എല്ലാവരും കൂടിയായിരുന്നു ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സീറ്റ് ബാക്കി വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചു, അങ്ങനെ ഞങ്ങളും കൂടെ പോയിട്ടോ. ഇപ്പോൾ ഇതേ രാവിലെ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എല്ലാ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഞങ്ങൾ ആ ക്ഷേത്രത്തിലെത്തി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ഷേത്രമാണ് കേട്ടോ. അതിനകത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ടാണ് എനിക്ക് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ പുറത്തുനിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ ഞങ്ങൾ അവിടെ അതിന് മുന്നിലുള്ള പാറമേൽ കാവ് അമ്പലത്തിലും തിരുവമ്പാടി അമ്പലത്തിലൊക്കെ പോയി അവിടെ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോയത് ഹനുമാൻ കാവ് എന്ന് പറഞ്ഞൊരു അമ്പലത്തിലായിരുന്നു കേട്ടോ. അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ല് നമ്മൾ ചാടി കടന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താഗ്രഹം വിചാരിച്ചാലും അത് നടക്കുന്നതാണ് കേട്ടോ. ഞാൻ ആ കല്ലിൽ കൂടി കുറേ ചാടിയൊക്കെ ചെയ്തു. പിന്നെ അവിടുത്തെ കുളത്തിൽ നിന്നും കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു കേട്ടോ. കുറച്ച് നേരം ആ വെള്ളത്തിൽ കളിക്കുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗരുഡൻകാവ് അമ്പലത്തിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ എത്തിയാൽ ആ തിരുമേനി പറഞ്ഞു 5:30-ക്കാണ് അമ്പലം തുറക്കുള്ളൂ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ 3 മണി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ നോക്കി. അവർ പറഞ്ഞു 5:30-ക്കേ തുറക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് തിരിച്ച് കോഴിക്കോടേക്ക് പോകാനുള്ള ഇതിലാണ് കേട്ടോ. വരുമ്പോൾ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ബ്ലോക്കിലൊന്നും കുടുങ്ങാണ്ട് വന്നു കേട്ടോ. ഭയങ്കര വൈബായിരുന്നു കേട്ടോ. കുറേ പേര് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നിർത്തിയിടാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി വെറുതെ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട്. രാത്രിയായിരുന്നു, നല്ല വൈബായിരുന്നു. ഞാൻ കുറേ ഉപ്പിലിട്ടത് കഴിച്ചു. ശിവാനിയും ധ്യാനും കഴിച്ചു. പക്ഷെ ശിവാനിക്കും ധ്യാനും സാമി ആയതുകൊണ്ട് ഐസ്ക്രീം തിന്നാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഐസ്ക്രീം തിന്നിട്ടാ, അവർക്ക് വേറെ എന്താ അമ്മ വാങ്ങിക്കൊടുത്തിട്ടാ. അത് കഴിഞ്ഞ് എല്ലാവരും പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പം എന്തായാലും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, നല്ല കാറ്റും വലിയ തിരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.